5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളെ, എന്തമ്മേ? പലതിനോടും പലരോടും താല്പര്യം തോന്നുന്ന പ്രായമാ നിന്റേത്. അങ്ങനൊരു താല്പര്യം ആൺകുട്ടികളോടും ഉണ്ടാവും. ഇക്കാലത്ത് അതൊരു തെറ്റുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ മോൾ അനുസരിക്കണം. അമ്മ പറഞ്ഞു. ദേ, ഇപ്പൊ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമോ അടുപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം. പകരം നീ ആ സന്ദീപിനെ കുറിച്ച് ചിന്തിക്കണം. അവനെ കാണണം, അവനോട് സംസാരിക്കണം. സംസാരിച്ച് അവനിൽ നിന്നോടുള്ള ഇഷ്ടം വളർത്തണം. എന്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ അമ്മ ഈ പറയുന്നേ? അവന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരോടെങ്കിലും ഒരു ഇഷ്ടം അവന് തോന്നിയ അവർക്ക് വേണ്ടി അവൻ മരിക്കും. അതുകൊണ്ട് അവന്റെ ഇഷ്ടം നേടിയെടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ വഴി പോലെ വരും. എന്റെ അമ്മയ്ക്ക് എന്നെക്കാൾ ഒരുപാട് പ്രായം ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ അമ്മ വെറും ശിശുവാ. വെറുതെ പോയി സംസാരിച്ചാലൊന്നും ഒരാണിന് മറ്റൊരു പെണ്ണോട് ഇഷ്ടം വരില്ലമ്മേ. സംസാരമേ ഇല്ലാത്ത ആളല്ലേ ദേവൂട്ടി. എന്നിട്ട് അയാൾക്ക് ഇഷ്ടം ദേവൂട്ടിയല്ലേ. അയാൾക്ക് ദേവൂട്ടിയോട് അങ്ങേയറ്റം ഇഷ്ടമാണമ്മേ. അതേന്ന് അയാളെ മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ലമ്മേ. മോളെ, പെണ്ണിന്റെ വാക്കിലാണ് പുരുഷൻ വീഴുന്നത്. നന്നായിട്ട് സംസാരിച്ച ഏത് പുരുഷനും ആ പെണ്ണിന്റെ വഴിക്കും വരുതിക്കും വരും. എന്റെ അമ്മേ, നീ ശ്രമിച്ചു നോക്ക്. അവനെ സ്വാധീനിച്ചാലേ നിനക്ക് വന്നു ചേരാൻ പോകുന്നതേ രാജകീയമായ സൗഭാഗ്യങ്ങളാ. അഖിലമോളെ, നിന്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് നീ പോയി ഒരു കുരുക്കലും ചാടരുത്. അവന് 100 പെൺകുട്ടികളെ കിട്ടും. അവന്റെ അമ്മയോ ആ അച്ഛനോ വിചാരിച്ച ഉണ്ടാകാത്ത ബന്ധങ്ങളൊന്നുമില്ല. അതിനൊന്നും ചെവി കൊടുക്കാതെ അവൻ ഇവിടെ തന്നെ നിൽക്കുന്നതേ ദേവൂട്ടിക്ക് വേണ്ടിയാ. ദേവൂട്ടി അല്ലാതെ വേറെ ആരും അവനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. അമ്മേ, അവന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? അവന്റെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവൻ ആരെയും കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അവന്റെ വീട്ടുകാര് സമ്മതിക്കും. ആ മുത്തശ്ശിയുടെ മനസ്സ് മാറിയില്ലേ, അതുപോലെ ബാക്കിയുള്ളവരുടെ മനസ്സും മാറും. അവന്റെ മുത്തശ്ശിയുടെ മനസ്സ് മാറിയത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? മനസ്സ് മാറിയത് കൊണ്ടല്ലേ അവര് ദേവൂട്ടിക്ക് കൊണ്ടുവന്ന് വളയിട്ടിട്ട് പോയത്. വളയോ? ആർക്ക് വളയിട്ട കാര്യം അമ്മ ഈ പറയുന്നേ? അമ്മ പറ, ആരാ ദേവൂട്ടിക്ക് വളയിട്ടെ? പറയമ്മേ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ഞാനും അവളുടെ അമ്മയാണെന്നല്ലേ വെപ്പ്. എനിക്കും അതറിയാനുള്ള അവകാശമില്ലേ? നീയും അഖിലമ്മോളും എന്തു വേണോ ആയിക്കും. നിനക്ക് അവനെ വശപ്പെടുത്തിയെടുക്കാനാവുമെങ്കിൽ ചെയ്തോ. തടയാനോ തടസ്സപ്പെടുത്താനോ ആരും വരില്ല. എന്താമ്മേ?
വള ഇങ്ങ് ഊരിത്ത, ഞാൻ നോക്കട്ടെ. വള നീ കണ്ടതല്ലേ, ഇനി എന്ത് കാണാൻ? എല്ലാരും കൂടി എന്നെ അങ്ങ് പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ. ഈ വള ഇത് അവന്റെ മുത്തശ്ശി കൊണ്ടിട്ടിട്ട് പോയതല്ലേ? ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അത് മറച്ചു വെക്കാൻ എന്തൊക്കെ നുണകളാ. ശരിയാ, ഈ വള സന്ദീപിന്റെ മുത്തച്ഛ കൊണ്ടിട്ട് തന്നെയാ. നീ എന്തു പറയുന്നു ഉറപ്പില്ലാത്തോണ്ടാ ഞാനപ്പ അങ്ങനെ പറഞ്ഞത്. എനിക്കറിയാം. അമ്മയും മോനും ഈ മോളും ഒരു കൈ, ഞാനും എന്റെ മോളും വേറെ. ഞങ്ങളെ ഒളിച്ചു ഓരോന്ന് ചെയ്യാം, ഞങ്ങളെ അറിയിക്കാതെ കാര്യങ്ങൾ മറച്ചു വെക്കാം. അറിയാം, എല്ലാം അറിയാം. വൈകിയോ? ആ, കുറച്ച് വൈകി. ആ പർച്ചേസ് മാനേജറുമായിട്ട് ഒരു മീറ്റിംഗ്. അയാളുടെ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലെന്ന് തോന്നുന്നു. അയാൾ ഒരുപാട് ഉരുണ്ട് കളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് സപ്ലൈയുടെ ആൾക്കാരുമായിട്ടൊരു മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കളികളുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ മീറ്റിങ്ങിന് ഞാനും വരാം. ഞാൻ മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കുക. കമ്പനിയുടെ കാര്യമാണോ? അല്ലല്ല, സന്ദീപിന്റെ കാര്യം. അവന്റെ കല്യാണം നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഞാനിത് ആ മിസ്സിസ് നായരോട് പറഞ്ഞു. മിസ്സിസ് നായരും രാധികയും കൂടി നോക്കാന്ന് പറഞ്ഞു. ചില കേസുകൾ അവരുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. അത് വേണോ? അവൻ അതിന് നിന്ന് തരുമോ? അത് വേണം. അവനെ കൊണ്ടത് സമ്മതിപ്പിക്കണം. എന്തായാലും അവന്റെ കല്യാണം നടത്തിയേ തീരൂ. എന്നാലേ അവൻ വീട്ടിൽ അടങ്ങി നിൽക്കൂ. അപ്പോ സുകുമാരി അമ്മ കൊണ്ടുപോയി വളയിട്ട കുട്ടിയോ? ആ കുട്ടിയുടെ കാര്യം എന്താവും? ആ കുട്ടിയുടെ ആലോചന വേണ്ടെന്ന് തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ അവിടുന്ന് പോകുന്നത്. ശരിയാണ്. പക്ഷേ നമ്മൾ ആ ബന്ധം വേണ്ടെന്ന് തീരുമാനിച്ച ശേഷമാണ് അമ്മ വളയിടാൻ പോയത്. തട്ടാശ്ശേരിയുടെ മുദ്രയുള്ള വളയിട്ടത് തട്ടാശ്ശേരിയുടെ വധുവാക്കാനാണെന്ന് അവര് ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാവില്ല. അത് അമ്മയുടെ തെറ്റാ. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അമ്മ മാത്രമല്ലല്ലോ, സന്ദീപും ആ വഴിക്കാണ്. ആരൊക്കെ ആ വഴിക്ക് പോയാലും ആ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. സന്ദീപ് എന്ത് അഭ്യാസം കാണിച്ചാലും ആ പെൺകുട്ടിയുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. തമ്പീട്ടൻ വാ, ഞാൻ കഴിക്കാൻ എടുക്കാം.